ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഫിസിയോളജി പഠിക്കുന്നതിനിടയിൽ ഞാനിങ്ങനെ കുറേ നാളായി ഇങ്ങനെ ആഗ്രഹിക്കുന്നത് റൂം ടൂർ ചെയ്താലോ എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ റൂം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റൽ കോമ്പൗണ്ട്. അങ്ങനെ ഞാൻ റൂം ടൂർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ റൂംമേറ്റ് അമീഷാനെയും കുത്തിപ്പൊക്കി പുറത്തോട്ടേക്ക് ഇറങ്ങി ഫോൺ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ കോമ്പൗണ്ട്. നല്ലൊരു ക്ലൈമറ്റാണ്, അധികം വെയിലുമില്ല, എന്തോ ഒരു മഴ പെയ്യാൻ പറഞ്ഞൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല ചൂടായിരുന്നല്ലോ ഇത്രയും നാളും. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു ആശ്വാസമുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോമ്പൗണ്ട്. അവിടെ നിന്നൊരു ചേച്ചി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നടന്നു വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, അത്യാവശ്യം നല്ല മരങ്ങൾ. ആ കാണുന്നതാണ് ഞങ്ങളുടെ കോളേജ്. കണ്ടോ, മരങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചെറിയ ചെറിയ ചെടികളും. ഇപ്പോൾ ഞങ്ങളൊന്ന് ഹോസ്റ്റലൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ കൂടെ നടക്കുവാണ്. ഇവിടെ കുറച്ച് ചേച്ചിമാർ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അലക്കി. ഇത് കാണുന്നത് ബോയ്സ് ഹോസ്റ്റലാണെന്നൊരു സംശയമുണ്ട്, അറിയില്ല എന്താണെന്ന്. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടാണ്, ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് റൂംസാണ്. ഈ റൂം ഞങ്ങളുടെ റൂമാണ്, എൻ്റെയും എൻ്റെ റൂംമേറ്റിൻ്റെ റൂമാണ്. അപ്പോൾ റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആർട്സ് ഡേ ഒക്കെ വരുവാണ്. ഒരു 3 ദിവസം ആർട്സ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഹോസ്റ്റലിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഞാനും അമീഷയും റൂമിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കോളേജിൽ പോയേക്കുവാണ് പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആകെയുള്ളൊരു ഫെസ്റ്റിവലാണ് ഈ ആർട്സ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ. വേറൊരു പരിപാടി ഞങ്ങളുടെ കോളേജിലില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇത് ഞങ്ങൾ ബാക്കിൽ കൂടെ വന്നേക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ് എല്ലാം കഴിയാനായി, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവാനായി. ഈ 25th മെയ്യിൽ നമ്മുടെ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ഒരു 8 days നമുക്ക് സ്റ്റഡി ലീവാണ്. അപ്പോൾ നമുക്ക് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആയിട്ടാണ് 3 സബ്ജക്റ്റും എക്സാം ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു 8 days പേപ്പർ 2 പഠിക്കാനും പിന്നെ അതിന് ഒരു 10 days പേപ്പർ 1 പഠിക്കാനും സ്റ്റഡി ലീവ് ഉണ്ട്. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽസ് എക്സാംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ July 16th നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം ആണ്. July 16th ഓഗസ്റ്റ് വരെ നിൽക്കും എക്സാം, പ്രാക്ടിക്കൽ എല്ലാം കൂടെ ഒരു July 16th വരെ ആവും. അത് കഴിഞ്ഞ് പാസ്സായാൽ ഒരു സെപ്റ്റംബർ നമുക്കപ്പോൾ വെക്കേഷൻ ഉണ്ടാവും. 2 week എന്തോ വെക്കേഷൻ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്, അറിയില്ല എന്താവുമെന്ന്. അപ്പോൾ എക്സാമിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടാറില്ല. പക്ഷേ ഇന്ന് ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഹോസ്റ്റൽ ടൂർ അത്യാവശ്യം നല്ല സ്പീഷ്യസ്, നല്ലൊരു കോമ്പൗണ്ട്, വലിയൊരു കോമ്പൗണ്ടാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. ഇത് ഞങ്ങളുടെ മാംഗോ ട്രീ ആണ്. ഈ മാംഗോ ട്രീ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് മീൻസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ഈ മാംഗോ ട്രീ വീഡിയോ എടുക്കാൻ നേരത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പും പൊട്ടി. അപ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ട് ഞാനിങ്ങനെ ചെരുപ്പ് പൊട്ടി കഷ്ടപ്പെട്ട് നടക്കുവാണ്. ഇനി ആ വണ്ടി ഞങ്ങളുടെ സ്നാക്സ് വരാൻ ടൈമായി. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ ടൈം എന്ന് പറയുമ്പോൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല. പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന് പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഇയേഴ്സിന് പുറത്ത് പോകണമെങ്കിൽ നമ്മുടെ വാർഡൻ്റെ പെർമിഷൻ വേണം. പുറത്തങ്ങനെ വിടില്ല. കോളേജ് കോമ്പൗണ്ടിന് അവിടെ പോവാം, അല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് ഇയർ ആയാൽ പിന്നെ പോവാം, അങ്ങനെയൊരു കാര്യമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഏതൊരു പാരൻ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്കൊന്നും ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് പേര് വീട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്നാക്സ് കൊണ്ടിട്ടുണ്ട്. സ്നാക്സ് ഇന്ന് പഴംപൊരിയും ചായയുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 1 week ആകെ ഒരു സൺഡേ ആണ് ലീവ് കിട്ടുന്നത്. പക്ഷേ ആ സൺഡേ എന്ന് പറയുമ്പോൾ മൺഡേത്തെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രെസ്സിലാണ്. പക്ഷേ ഇപ്പോൾ ക്ലാസ് തീരുന്നത് മൺഡേ എക്സാം ഇല്ല. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആണ്. സൺഡേ ഫ്രീ ആണ്. എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ വാർഡൻ ഇരിക്കുന്ന ഏരിയാസാണ്. അങ്ങോട്ട് പോയ മെസ്സാണ്. മെസ്സ് പിന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെസ്സും കൂടി കാണിച്ചാൽ ഇതൊരു ലോങ് വീഡിയോ ആവും. ഞങ്ങൾ രജിസ്റ്റർ പുറത്തേക്ക് പോകുമ്പോൾ രജിസ്റ്ററിൽ എഴുതി വെക്കണം. പിന്നെ ഇത് ഞങ്ങളുടെ മറ്റേ ലോണ്ട്രി ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ ഈ സ്റ്റെപ്പ് പോയി കയറാം, അല്ലെങ്കിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട് പുറത്ത് കൂടെ, അതിൽ കൂടെയും കയറാം. അപ്പോൾ ഇത് നമ്മുടെ സീനിയേഴ്സിൻ്റെ റൂമാണ്. ഇത് മൊത്തം സീനിയേഴ്സിൻ്റെ റൂമാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ബാച്ച് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ഏറ്റവും മുകളിലേക്കായിരിക്കും പോകുന്നതെന്ന് ഒരു വിശ്വാസം. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ കൂടെ കയറാം. ഇതിൽ കൂടെ കയറിയിട്ട് ആ കാണുന്നത് സ്റ്റഡി ഹാളാണ്. അപ്പോൾ ഇന്നാരും സ്റ്റഡി ഹാളിലില്ല, കാരണം എല്ലാവരും ആർട്സ് ഡേ ആയതുകൊണ്ട് കോളേജിലാണ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിൻ്റെ തിരക്കിലാണ്.
പിന്നെ അതേ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട് ഭാഗം പൂട്ടിയത് നമ്മുടെ തുടക്കാൻ വന്ന ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഒരു 3-4 ഡേയ്സ് ഇടവിട്ട് ചേച്ചി ക്ലീൻ ചെയ്യാനായിട്ട് വരും. ടോയ്ലറ്റും ക്ലീൻ ചെയ്ത് വരും. അപ്പോൾ ആരും ഇല്ല റൂമിൽ. അപ്പോൾ ഞാനിങ്ങനെ നടക്കുവാണ് ആരുമില്ലാത്ത ടൈമിൽ ഇതിൽ കൂടെ. പിന്നെ നമുക്ക് വെള്ളം എടുക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വെള്ളം എടുക്കാനുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും നോർമൽ വാട്ടറും കിട്ടും. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കാം. അപ്പോൾ നല്ല തണുത്ത വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു പ്ലീസ്. അങ്ങനെ തണുത്ത വെള്ളം എടുക്കുവാണ്, കോൾഡ് വാട്ടർ. അങ്ങനെ നമുക്ക് നമ്മുടെ റൂമിലോട്ടൊന്ന് പോവാം പതുക്കെ. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ. അപ്പോൾ നമുക്ക് തുറക്കാം. ഇത് ഞങ്ങളുടെ താക്കോൽ, റൂം നമ്പർ 8. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റൂം, ലക്ഷറിയസ് റൂം. ഞങ്ങൾ 2 പേരുള്ള റൂമിൽ. ഇപ്പം എൻ്റെ റൂംമേറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, അമീഷ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. അപ്പോൾ ഇതാണ് അമീഷ. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അമീഷനെ. ഇത് ഞാൻ അമീഷൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് അമീഷയുടെ പരിപാടിയാണ് കേട്ടോ, ഈ മതിലിൽ കാണുന്ന ഈ വർക്കെല്ലാം. പുള്ളിക്കാരി ഭയങ്കര ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഷെൽഫ്. ഇത് 2 പേർക്കും കൂടിയുള്ള ഷെൽഫാണ്. പിന്നെ കബേർഡും നമുക്ക് 2 പേർക്കുള്ള കബേർഡാണത്. അപ്പോൾ ഒരു സൈഡ് എനിക്ക്, ഒരു സൈഡ് അമീഷക്ക്, ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് നല്ല ചൂടായതുകൊണ്ട് ഫാന് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ തന്നെ. വോൾട്ടേജ് കൂടിയിട്ട് എൻ്റെ ഫാൻ കേടായി. അപ്പോൾ അത് ശരിയാകാൻ കൊടുത്തിരിക്കണം. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. ഈ 2-3 ആഴ്ച ഭയങ്കര ചൂടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച ബുക്സാണ്. ഇതെൻ്റെ ഷെൽഫ്, അത് അമീഷയുടെ ഷെൽഫ്. ഈ ഷെൽഫും ടേബിളും ബെഡെല്ലാം നമുക്ക് കോളേജിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്. പിന്നെ ഈ സ്കള്ള് എന്ന് പറയുമ്പോൾ കോസ്റ്റോളജി ബോൺ സെറ്റ് കിട്ടിയപ്പോൾ നമുക്ക് സ്കള്ള് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ബാക്കി എല്ലാ ബോൺ സെറ്റും ഒറിജിനലാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും കാര്യങ്ങളുമാണ്. പിന്നെ റൂംസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാക്സിമം ഒരു റൂമിൽ 3 പേരാണ്. പിന്നെ കുറച്ച് റൂം 2 പേരുള്ള റൂമുണ്ട്. അപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് 2 പേരുള്ള റൂം മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും അമീഷയാണ് ഇപ്പോൾ ഈ റൂമിൽ താമസിക്കുന്നത്. ബാക്കി എല്ലാ റൂംസിലും കണക്ഷൻസ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഈ റൂമിൽ കണക്ഷൻസ് ഒന്നും ഇല്ല അങ്ങനെ. ഇപ്പോൾ ഈ കബേർഡും ഈ സൈഡ് എൻ്റെ, അപ്പുറത്തെ സൈഡ് അമീഷയുടെ. പിന്നെ ഈ ടൈം ടേബിൾ അമീഷയുടെയാണ്. അമീഷ ഭയങ്കര പഠിപ്പിസ്റ്റാണ് ഗൈസ്. റൂം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇടയ്ക്ക് ഡാൻസ് ചെയ്യാറുണ്ട്, ഡാൻസ് ചെയ്ത് വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഇതെൻ്റെ സ്റ്റഡി ടേബിൾ, ഇതെൻ്റെ ബെഡ്, അത് അമീഷയുടെ ബെഡാണ്. അപ്പോൾ ഞങ്ങൾ ഫാനിൻ്റെ തൊട്ടടിയിൽ തന്നെ കിടക്കുന്നത്. പിന്നെ ഇത് അമീഷയുടെ ജേഴ്സി ആണ്. ഞങ്ങൾക്ക് സ്പോർട്സ് ഡേക്ക് ഞങ്ങളുടെ ബാച്ച് ഇറക്കിയ ജേഴ്സിയാണത്. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് മാസം കഴിയുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് മാറും. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫിസിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ, ഫിസിയോളജി ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ഇതെൻ്റെ ID കാർഡ്, കണ്ടോളൂ എൻ്റെ ID കാർഡ് ഗൈസ്. പിന്നെ ഇത് അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് അധികം വ്യൂസ് ഒന്നുമില്ല പുറത്തേക്ക്. അപ്പോൾ ഇത് ജനൽ തുറന്നാൽ പിന്നെ അപ്പുറത്ത് തുണി വിരിക്കുന്ന ഏരിയയാണ് സീനിയേഴ്സിൻ്റെ. പിന്നെ നല്ല വെട്ടമുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇതാണ് ഓവറോൾ ഞങ്ങളുടെ റൂം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ റൂമും. ബട്ട് 3 പേരുടെ റൂം കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. നെക്സ്റ്റ് എനിക്ക് കാണാനുള്ളത് ബാത്റൂമാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബാത്റൂമാണ്. അപ്പോൾ ബാത്റൂമിൻ്റെ കാര്യം പറയാനായിട്ട് ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ചേച്ചിമാർ വന്ന് ഒരു 3 to 4 days ആകുമ്പോൾ വന്ന് ക്ലീൻ ചെയ്ത് തരും. പിന്നെ ഈ മിററും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ്, മിററും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ റൂമിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഈ വിൻഡോ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. വിൻഡോ തുറന്നിട്ട് കാണാനുള്ളത് മറ്റേ ആ ഒരു ബാക്ക് ഏരിയ ആണ് ഹോസ്റ്റലിൻ്റെ. അപ്പം അധികം വ്യൂ ഒന്നും ഇല്ല ഇവിടെ. ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ തുറന്നിടും. അങ്ങനെ അധികം തുറന്നിടാറില്ല ഈ വിൻഡോ. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.